ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയ രക്ഷിതാക്കളെ, സഹപാഠികളെ, നമ്മുടെ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഐതിഹാസികമായ ജീവിതത്തിലെ ആകർഷകമായ നിമിഷങ്ങൾ ഓരോന്നായി ഇതൾ വിടരുന്ന ഈ മദീഹിന്റെ പുണ്യ നിമിഷങ്ങളിലേക്ക് ചേർക്കാനായി ഈ വിനീതന്റെ ഏതാനും വാക്കുകൾ സമർപ്പിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മനുഷ്യന്റെ പുരോഗതി അതിന്റെ പാരമ്പര്യത്തെ കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഭൂമിക്ക് പുറത്തെ കരങ്ങളിൽ പാർപ്പിടം തേടി നടക്കുകയാണ് അവർ ഇന്ന്. പക്ഷേ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂജാതരായ ലോകം അന്ധവിശ്വാസങ്ങളിൽ മുങ്ങിത്താണ കാലമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആറ്റുനോറ്റുണ്ടായ പൊന്നുമോ ഇബ്രാഹിം മരണപ്പെട്ടു പോയ ദിവസം അറേബ്യയിൽ ഒന്ന് സൂര്യഗ്രഹണമുണ്ടായി. നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ നഷ്ടപ്പെടുമ്പോഴേക്ക് സൂര്യൻ പോലും ഗ്രഹണം സംഭവിച്ചു എന്നായി നാട്ടുകാരായ അറബികൾ. എന്നാൽ ഇതിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? തന്റെ മകന് ചുമ്മാ കിട്ടുന്ന ദിവ്യത്വം ഒന്ന് പോരട്ടെ എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചത്. സൂര്യനും ചന്ദ്രനും ജഗന്യന്തമായ അല്ലാഹുവിന്റെ അനേകം ദൃഷ്ടാന്തങ്ങളിൽ രണ്ടെണ്ണം മാത്രം. ആരുടെയെങ്കിലും ജനിമതികളുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. ജ്യോതിശാസ്ത്ര മേഖലയിൽ മാത്രമല്ല, മനുഷ്യന്റെ പിൽക്കാലത്തെ ശാസ്ത്ര അന്വേഷണ പരീക്ഷണങ്ങൾക്ക് അടിത്തറയിട്ടത് പുണ്യ റസൂലിന്റെ ഈ വാക്കുകളാണെന്ന് ചരിത്രകാരന്മാർ തെളിവുകൾ തിരുത്തി വ്യക്തമാക്കിയിട്ടുണ്ട്. ചരിത്രത്തിന്റെ പൂർണ്ണമായ ജീവിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും ദർശനവും ഒരിക്കലും ഒരു മിഥ്യായിരുന്നില്ല. മനുഷ്യന്റെ ശാസ്ത്രബോധത്തെ ഉണർത്തുന്ന കൂടിയായിരുന്നു. ആത്മീയവും ഭൗതികവുമായ പുരോഗതിക്ക് ആവശ്യമായ സമഗ്ര ജീവിത പദ്ധതിയായാണ് ഇസ്ലാമിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്.